ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ നിന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മുറ്റത്തോട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. മുറ്റത്തെ വിശേഷങ്ങളൊക്കെയാണ് ആദ്യമേ. അപ്പോൾ മുറ്റം എല്ലാം തൂക്കുകയും ഒക്കെ ഒന്ന് ചെയ്യണം. 2 ദിവസം കൊണ്ട് മുറ്റം തൂക്കണം, കാട് പറിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. നമ്മുടെ ആമ്പലയിൽ 2 പൂവാണ് വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടേ. അടുത്ത മുട്ടും വന്നിട്ടുണ്ട്. ഇതുപോലൊരു പൂവൊക്കെ വിരിയാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാം, എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പൂ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്. ഇതുപോലൊന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത് കാടൊക്കെ ഒന്ന് പറിക്കണമെന്ന്. അപ്പോൾ വീഡിയോ എടുക്കലൊന്നുമില്ല, രാവിലെ കാട് പറിക്കുന്നതിൻ്റെ എല്ലാം ഒന്ന് പറിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒത്തിരി കാട് അതിനകത്ത് കേട്ടോ. ഇനിയിപ്പം അതുപോലെ ചെടിയൊക്കെ വാടി തുടങ്ങി, വെള്ളമൊന്നും ഒഴിക്കാതെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക്. ഇത് കണ്ടോ, ഈ ചെടിയെ കൊങ്ങിണിക്ക കണ്ടോ. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഇത് പഴുക്കുമ്പോൾ ഇതിനൊരു മധുരമുണ്ട്, തിന്നുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ തിന്നാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്നെ തിന്നാലും വിഷമാണല്ലോ ഇപ്പോൾ. പണ്ട് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കൊങ്ങിണിപ്പൂവിൻ്റെ ഒക്കെ ഒത്തിരിയൊന്നും കാട് പറിക്കാനില്ല, കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെ തറയിലും ഒക്കെ ഉണ്ട് ഇച്ചിരിയൊക്കെ കാട്. കാടൊക്കെ പറിക്കാനുള്ളതെല്ലാം ഒന്ന് പറിച്ച് അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. മുറ്റം എല്ലാം തൂക്കണം. കുറേ ദിവസമായി തൂത്തിട്ട് കേട്ടോ. വെട്ടം വെളിച്ചം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വേനൽക്കാലത്തിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ പോലെയാണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് തൂക്കാനൊക്കെ പറ്റും. മഴയായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് തൂത്താൽ പോകത്തുമില്ല. പിന്നെ ഇച്ചിരി തോർച്ച കിട്ടണം തൂക്കണമെങ്കിൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന മുളച്ചെടിയും ഒക്കെ അങ്ങ് വാടി തുടങ്ങി കേട്ടോ. അതിനും എല്ലാം ഇനി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണം. അങ്ങനെ മുറ്റമെല്ലാം തൂത്ത് ഞാൻ വൃത്തിയാക്കി എല്ലാം പരിപാടിയും കഴിഞ്ഞു കേട്ടോ. മുറ്റമെല്ലാം തൂത്ത് കാടും പറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കിയപ്പം തന്നെ ഒരു ഐശ്വര്യം വന്ന്. എനിക്കാണെങ്കിൽ ഈ മുറ്റമൊക്കെ ഇങ്ങനെ പന്നലായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എന്നതോ പോലെ കേട്ടോ. അതൊന്ന് വൃത്തിയാക്കുന്നതിന് വരെ അതെനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, എനിക്കതൊന്ന് വൃത്തിയാക്കിയില്ല ഒരു മനസമാധാനം ഇല്ല. ഞാനിങ്ങനെ എല്ലായിടും പറയും, ഒന്ന് ആരും ചെയ്യത്തുമില്ല. തോന്നണം. പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു പിന്നെ പഠിക്കാനുള്ളതുകൊണ്ട് കേട്ടോ, അവൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവളെ ഞാൻ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അപ്പം എനിക്ക് പറ്റുന്ന പോലെ അത് വൃത്തിയാക്കി വയ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. നമ്മുടെ വൃത്തിയാക്കലായിരിക്കുമല്ലോ നമുക്ക് മുമ്പ് എത്തിയിരിക്കുന്നത്. അതെല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുപ്പിയൊക്കെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി കുപ്പിയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങ് വലിച്ചേറും അതിൻ്റെ അടിയിലോട്ട്. അപ്പോൾ അതെല്ലാം ഒരു ചാക്കിനകത്താക്കി അതെല്ലാം കെട്ടിവെച്ച് ചപ്പും എല്ലാം ഒന്ന് പറിച്ച് എല്ലാം തീയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എന്നത് ഒരു ഭയങ്കര ഒരു ആശ്വാസം. നമുക്ക് പെരയ്ക്കാണേലും പുറമാണേലും ഒന്ന് വൃത്തിയായി കഴിഞ്ഞാലൊരു സമാധാനമാകത്തുള്ളൂ. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞേച്ചാണ് കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങിയത്. ഇനി ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഇനി കുളിയൊക്കെ കഴിഞ്ഞേച്ചിനി നേരെ അടുക്കളയിലോട്ടാണ് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാനായിട്ട്. ഉച്ചക്കത്തേക്കുള്ള കുമ്പളങ്ങ തോരൻ വെക്കാനായിട്ടാണ്. കുമ്പളങ്ങയും സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞാണ്. ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സവോളയും ചെറുതായിട്ടാണ്. ഒത്തിരി സവോള കനം കുറയ്ക്കത്തില്ല, നീളം കുറച്ച് സവോള എരിയണം. ഒത്തിരി വീതി വേണ്ട, ചെറിയൊരു ഇതിൽ ഇത്ര ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. ഈ കുമ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്നുണ്ടല്ലോ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇത് കുമ്പളങ്ങ ഇപ്പം വെന്തു. ഞാൻ ഇത് മൂടി വെച്ചാട്ടോ വേവിച്ചത്. ഇപ്പം അടപ്പെടുക്കുന്നതോ അടയ്ക്കുന്നതോ കാണിച്ചില്ല. എന്നിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇത് അടച്ച് വെച്ചില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ അടച്ച് വെച്ച് വേവിച്ചാണ്. എന്നിട്ട് അതിലേക്ക് ചുമ്മാ തേങ്ങ ചേർത്ത് കൂടെ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കുമ്പളങ്ങ വെക്കുമ്പോഴത്തേക്ക്. ഈ കുമ്പളങ്ങ തന്നെ BP ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ. നമ്മുടെ ചാരക്കുമ്പളങ്ങ ഇല്ലേ പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് സംഭവം. ഇനി ഇതിലേക്ക് ചില കറിവേപ്പില കൂടെ ഇട്ടാൽ നമ്മുടെ കുമ്പളങ്ങാത്തോരൻ റെഡിയായി. ഇത് വെള്ളം ഒന്നും ചേർക്കാതാണ്, മൂടി വെച്ച് തീ കുറച്ച് വെച്ചാൽ മതി. ഈ കുമ്പളങ്ങയ്ക്കകത്ത് വെള്ളം ഇറങ്ങിക്കോളും, ആ വെള്ളത്തിൽ വെന്ത് കിട്ടിക്കോളും. വേറെ വെള്ളം ഒന്നും ചേർക്കുകയൊന്നും വേണ്ട. ഇനി ഇതൊന്ന് തോർന്ന് കിട്ടിയാൽ മതി. തോർന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ഇതിനകത്ത് പറ്റി കിട്ടുകയില്ല, അതിനാണ് പറയുന്നത് ഒന്ന് തോർന്ന് കിട്ടുക.
കഴിഞ്ഞ ദിവസം മാങ്ങാ ചമ്മന്തി അരച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഇന്ന് മാങ്ങാ ചമ്മന്തി തന്നെ അരയ്ക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് മാങ്ങാ ചമ്മന്തി അരച്ചു. പിന്നെ നമ്മുടെ മത്തി വറുത്തത്, മത്തിയുടെ പനിയിലൊക്കെ വെച്ച് വറുത്താണ്. അപ്പോൾ അത് മൂടി വെച്ചൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയൊക്കെ. നമ്മളിനി ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. ഇനി നമുക്ക് പിന്നെ കാണാമേ. ഊണൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഇരിക്കാനായിട്ട് പോയപ്പോൾ നല്ല പൊരിയുന്ന വെയിൽ കേട്ടോ. ഭയങ്കര വലിയ വെയിലൊക്കെ കാണുമ്പോഴല്ലോ നമുക്ക് ചുമ്മാ ഇരിക്കാൻ തോന്നത്തില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത്. അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വെട്ടുകേക്ക് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പോൾ അതിൻ്റെ വലിയ പീസാക്കി എന്നാ ഉണ്ടാക്കിയത്, ചെറുതും ഉണ്ടാക്കിയത്. അപ്പോൾ ചെറുതുണ്ടാക്കിയത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇച്ചിരി മോരിച്ചും കൂടെ എടുത്തപ്പോഴത്തേക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ എടുത്ത് തന്നാൽ പിന്നെ വലുതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇരുന്ന മാവിനകത്ത് കുറച്ചും കൂടെ ചെറിയ ചെറിയ പീസാക്കി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ മൈദയും റവയും കൂടെ മുട്ട നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തേച്ച് പഞ്ചസാരയും കൂടി ഇട്ട്, ആദ്യം പഞ്ചസാര പൊടിച്ചാണ് അതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും. എന്നിട്ട് അതും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ടാണ് മൈദയും പിന്നെ ഒരു 3-4 സ്പൂണ് റവയും കൂടെ ചേർക്കും. അതും കൂടെ ചേർത്ത് നല്ലപോലെ മാവ് കുഴച്ച് എടുത്ത് വെക്കും. എന്നിട്ട് തുള്ളി സോഡാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമല്ല, ഒരു ശകലം സോഡാപ്പൊടിയും ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത്രയും കൂടി ചേർത്ത് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ നല്ലപോലെ മാവ് കുഴച്ചെടുത്തേച്ച് ഒരു അരമണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനത് ചെറിയ ഉരുളകളാക്കി. ചെറിയ നമ്മൾ ചപ്പാത്തി പോലെ തീരെ കനം കുറച്ച് പരത്തത്തൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് എന്തായാലും വലുപ്പത്തിലാണെന്നൊക്കെ ഉള്ളത്. ഒരു ഇച്ചിരി കട്ടിയിൽ തീരെ കനം കുറച്ച്, ഒത്തിരി കട്ടിയിലും ഒത്തിരി വലുപ്പത്തിലും നമ്മൾ എടുക്കുമ്പോൾ വലിയ വെട്ടുകേക്കായിട്ട് കിട്ടും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാമെങ്കിൽ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് വെട്ടുകേക്കായിട്ട് കിട്ടും. ഇത് ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് വീതം ഇട്ട്, അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ഇട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാവേ, നല്ലപോലെ മുരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പതഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട ചേർത്തേക്കുന്നുണ്ട് എണ്ണയ്ക്ക് എത്തുമ്പോൾ ഇങ്ങനെ പതഞ്ഞിരുന്ന ഇച്ചിരി ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പതഞ്ഞ് വരുന്നത് അങ്ങ് മാറിക്കുള്ള എണ്ണ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെയായിരുന്നു 4 മണിക്കത്തേക്കൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നതനുസരിച്ച് ഓരോരുത്തർ വന്ന് എടുത്തുകൊണ്ട് ഓരോരുത്തർ 2 പേരേ ഉള്ളൂ ഇവിടെ. പിള്ളേർ 2 പേരും വന്ന് അവരുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഉണ്ടാക്കിയില്ലെങ്കിൽ നിർത്താം, ഇത് ഉണ്ടാക്കി വെക്കുന്ന ഇങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ ശരിയാകുമല്ലോ എന്ന് ഉറപ്പത്തേക്ക് പിന്നെ 2 പേരും കൂടെ പോയിരുന്നു. പിന്നെ പിള്ളേർ വന്ന് ഇങ്ങനെ എടുത്തൊക്കെ തിരുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അതിവിടെ എന്നെ ഉണ്ടാക്കിയാലും ഞാൻ തന്നെയാണ് ഇവരെ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് വെച്ചതും. എന്നെ ഉണ്ടാക്കിയാൽ ഇത് നോക്കിയേ കൊള്ളാവോ നോക്കിയേ രുചിച്ച് നോക്കിയേ എന്ന് പറയും. അങ്ങനെ വെച്ചപ്പോൾ പിള്ളേർക്ക് അടുക്കള എന്നേലൊക്കെ ഉണ്ടാക്കിയാൽ അമ്മയുടെ അടുത്ത് വന്ന് ഇച്ചിരി എൻ്റെ മുന്നിൽ വന്ന് അമ്മ ഇച്ചിരി എന്ന് പറഞ്ഞ് കൈ നീട്ടി മേടിച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ പിള്ളേരൊക്കെ അമ്മയൊക്കെ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനുമൊക്കെ എൻ്റെ കുഞ്ഞിലെയൊക്കെ അമ്മ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത് പോയി നിൽക്കും. അമ്മ ഈ കാണിച്ചപ്പോൾ ഞാൻ ഉപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതൊരു സന്തോഷമാണ്. അത് അമ്മമാർക്കും ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മുടെ വെട്ടുകേക്കൊക്കെ നല്ല ഇതായിട്ട് മൂത്ത് ഒരിച്ചിരി മൊരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി 4 മണിക്കത്തേക്കുള്ള കടുങ്കാപ്പിയൊക്കെ എടുക്കാനും കൂടെ ഒക്കെ തുടങ്ങുകയാണ്. അപ്പോൾ കടുങ്കാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എല്ലാം തീരുവാണ്. വീഡിയോ എടുപ്പും കാര്യങ്ങളും എല്ലാം തീരുവാണ്. അങ്ങനെ വെട്ടുകേക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം ഇതുണ്ട് ചെറിയ ചെറിയ പീസുകളൊക്കെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇച്ചിരി കളറ് വെളുത്ത് ഇതായിട്ടിരിക്കുന്നത് വലിയ വെട്ടുകേക്കാണ്. അത് ഒരുപാട് മൂപ്പിക്കാതെ എടുത്താണ്. കാര്യം ഒത്തിരി വലുത് അപ്പോൾ കണ്ടമാനം മൂപ്പിച്ച് കഴിഞ്ഞാൽ കടിച്ച് തിന്നാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ വെട്ടുകേക്കും ഒക്കെ റെഡിയായി. അതും ഇനി കോരിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാനുണ്ട്. ഇപ്പോൾ ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയാണ് വൈകിട്ട് ഇരുന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാനായിട്ടുള്ളത്. ഇവിടെ അപൂർവങ്ങളിലേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മാത്രമായിട്ടിരുന്നുള്ളത്. ചേട്ടനുള്ള സമയത്ത് ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കടുങ്കാപ്പി ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എന്നെയാണെങ്കിലും കഴിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ മറക്കല്ല കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും ഒക്കെ ചെയ്തേര്. എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് അയച്ചും കൂടെ കൊടുക്കാമോ എന്ന് ചോദിക്കാം അല്ലേ. കൊടുത്തേക്കെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കോ ഇത്ര അധികാരത്തിലൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നോക്കും. ഇന്ന് കൊടുക്കാമോ എന്ന് ഞാൻ ചോദിക്കുന്നേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.